ഇതാണ് ഇതിന്റെ മെയിൻ ആള്. അതായത് മെയിൻ ആൾ ഇതാണ്. പെർഫോമൻസ് കുറച്ച് കൊള്ളാം. നമ്മൾ കൊള്ളൂലെങ്കിൽ നമ്മൾ വരില്ല. പെർഫോമൻസ് കൊള്ളാം. ഒരു പ്രത്യേകതയുള്ള ടാബാണ്. നിങ്ങൾക്ക് വാങ്ങുന്ന വിലക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ സാധനം. ഗൂഗിൾസ് എല്ലാം വണ്ടിയിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ചോദിക്കുന്നു. 4G ആണ്, 5G അല്ല, ഇത് 4G ആണ്. ഇതിൽ ക്യാമറയുടെ ലെൻസ് ഇതിൽ സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ജെന്യുവൻ ആണെന്ന് ഞാൻ പറയൂല. ഗൈസ്, ഇന്ന് വെറൈറ്റി ഒരു കിടിലൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ ചാനൽ ബേസ് നിരന്തരം എന്നെയും കോൺടാക്ട് ചെയ്യാറുണ്ട്, ഇവന്റെ അടുത്തും സനൂഫറിനെയും കോൺടാക്ട് ചെയ്യാറുണ്ട് ടാബിന് വേണ്ടിയിട്ട്. കുറഞ്ഞ രീതിയിൽ നല്ലൊരു ടാബ് നമ്മളിപ്പം അത്യാവശ്യം നല്ല കിടിലം ഒരു ടാബ് കുറച്ച് പീസ് വന്നിട്ടുണ്ട്. നമ്മുടെ ചാനൽ ബേസ് ഒരുപാട് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പീസ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരുപാടൊന്നും ഇല്ല, ഒരു 5-6 പീസ് ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് പ്രത്യേകതയുള്ള ടാബാണ്. നിങ്ങൾക്ക് വാങ്ങുന്ന വിലക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ സാധനം. ഇതൊന്ന് നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത്, ഇതാണ് ബോക്സ് സാധനം. ഇതിൽ 4G സപ്പോർട്ടാണ്, HD സപ്പോർട്ട് സാധനമാണ്, യൂട്യൂബ്, ഗൂഗിൾസ് എല്ലാം വണ്ടിയിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ചോദിക്കുന്നുണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ അങ്ങനെയൊക്കെ കൊള്ളാം. പിന്നെ അത്യാവശ്യം ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലൊക്കെ വെക്കുന്നവർക്കും കൊള്ളാം കേട്ടോ. ഇത് അത്യാവശ്യം കൊള്ളാം എന്ന് പറഞ്ഞാൽ 4G വോൾട്ട് സപ്പോർട്ടുള്ള സാധനമാണ് ജിയോടെ. ഇത് വന്നിട്ട് 8GB റാമേ ഉള്ളൂ. ഇന്റർണൽ സ്റ്റോറേജ് അതാണ് ഇതില് കുറവായിട്ടുള്ളത്. 8GB റാം അല്ല, 1GB റാം, 8 ആണ് ഇതിന്റെ ഇന്റർണൽ സ്റ്റോറേജ് വരുന്നത്. ആൻഡ്രോയിഡ് 5.1 ആണ് ഇതിന്റെ സോഫ്റ്റ്വെയർ വെർഷൻ. ലാപ്ടോപ്പ് അത് കിടക്കുന്നത്. IPS ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് 5.1, 1GB, 8GB. ക്യാമറ 1MB ഒരു AF ക്യാമറയാണ് ഇതിൽ വന്നിരിക്കുന്നത്. വേറെ പിന്നെ അതിലൊന്നും പറയില്ല. 4G വോൾട്ട് സാധനമാണ്. 4G സിം ഇട്ട പറക്കും, അത് ഉറപ്പാണ്. പിന്നെ വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ റാം നോക്കണ്ട, പൊളിക്കും. പിന്നെ സൂപ്പർ ആയിരിക്കും. 4G ആണ്, 5G അല്ല, ഇത് 4G ആണ്. പിന്നെ ഇതിൽ ക്യാമറയുടെ ലെൻസ് ഇതിൽ സപ്പോർട്ടാണെന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം ജെന്യുവൻ ആണെന്ന് ഞാൻ പറയൂല. ലെൻസ് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് പറപ്പിക്കാം, ലോങ് ഫോക്കസ് ഒക്കെ ചെയ്യാതെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനൊന്നും അത്ര ഞാൻ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്ക്. പിന്നെ അതിന്റെ ഡിസ്പ്ലേ ഇഞ്ച് വന്നിട്ട് 7.0 ആണ്. 7 ഇഞ്ച് ഡിസ്പ്ലേ ഉണ്ട്. അത് പൊളിയാട്ടോ അതിന്റെ ഡിസ്പ്ലേ. ഇനി സാധനം ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതാണ് ഇതിന്റെ മെയിൻ ആള്. അതായത് മെയിൻ ആൾ ഇതാണ്. സാധനം പുതിയതാണ് കേട്ടോ, പഴയ യൂസ്ഡ് സാധനമൊന്നുമല്ല, എല്ലാം ഫ്രഷ് സാധനമാണ്. ഇത് വന്നിട്ട് ഇതാണ് ഐബലിന്റെ ഒരു ടാബാണ് സാധനം. കൊള്ളാം, നല്ല അത്യാവശ്യം നല്ല ഇതിൽ പഴയ മോഡലാണെങ്കിലും കൊള്ളാം സാധനം. നിങ്ങൾക്ക് റഫായിട്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനൊക്കെ കൊള്ളാം. ഫ്രണ്ടിൽ ടോർച്ചുണ്ട്, ടച്ചൊക്കെ പക്ക വർക്കിംഗ് ആണ് കേട്ടോ, യാതൊരു ഡിഫക്റ്റും ഇല്ല. നമ്മൾ ഫുൾ ചെക്ക് ചെയ്തു സാധനം, ഒരു കുഴപ്പമില്ല. സാധനം പക്ക സാധനം. പിന്നെ ഇതിൽ ഒരുപാട് ഗെയിം കാര്യങ്ങളെല്ലാം കളിക്കാം, എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? തന്നെ പറയാം. ഇല്ല, അത്യാവശ്യം ഒരു ടാബ് സിമ്മിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കൊള്ളാം. ഈ ചില ആൾക്കാർ ഷോപ്പിലൊക്കെ സിമ്മിട്ട് വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ യൂസ് ആണ്. പിന്നെ അത്യാവശ്യം കുട്ടികൾക്കുള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോള് കാര്യങ്ങളൊക്കെ യൂസ് വരാൻ വേണ്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ചില ഫോണുകളുണ്ട്. ഒരുപാടൊന്നും പറ്റൂല കേട്ടാ, ഇതിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഒന്നുമില്ല, 1, 2, 3 ആപ്ലിക്കേഷൻ. റാം കുറവാണ്. പിന്നെ നിങ്ങൾ വൈഫൈ ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്നാലും സ്റ്റോറേജ് കുറവായതുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻ അങ്ങനെ ഒരുപാടൊന്നുമില്ല. സാധാ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 4G ജിയോയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇത് ഈ ടാബ് കൊള്ളാം കേട്ടോ. നമുക്ക് കൊള്ളൂലെങ്കിൽ നിങ്ങളെ മുന്നിൽ വരത്തില്ല. 1GB റാമേ ഉള്ളൂ. സാധനം നിങ്ങളെ കുട്ടികൾക്ക് ഉപയോഗിക്കാനായാലും കൊള്ളാം. സാധാരണ ഈ റേറ്റിന് വരുന്നതേ സാധാ മറ്റേ ചൈനയുടെ ടാബാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ 4G ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ. ഐബിലൂടെ ആയതുകൊണ്ട് കുറച്ച് 1GB റാം കുറവാണെങ്കിലും പെർഫോമൻസ് കുറച്ച് കൊള്ളാം. നമ്മൾ കൊള്ളൂലെങ്കിൽ നമ്മൾ വരില്ല. പെർഫോമൻസ് കൊള്ളാം. 1GB റാം അല്ല, 2GB റാമിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് സാധനത്തിനുണ്ട്. അത് ഗ്യാരണ്ടി തരാം, വേറെ ഒന്നുമില്ല. പിന്നെ ഇത് എടുത്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് വരുമോ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാവും. ഇത് ഇപ്പം യൂസർ പ്രശ്നമാണ്, എന്നാലും ഇത് എടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കംപ്ലൈന്റ് എല്ലാം വരും, ഗ്യാരണ്ടി എല്ലാം ഉണ്ടോ എന്നുള്ള ചോദ്യത്തിൽ എന്താണ് ചോദിക്കരുത്. കാരണം ഗ്യാരണ്ടി ഇല്ല. ഇത് നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ്, എന്തായാലും ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഫുൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത്. അല്ല ഇത് ഇപ്പൊ നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നിസ്സാര കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നിസ്സാര ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആണെങ്കിൽ ചെയ്ത ഡിസ്പ്ലേ ഒക്കെ പോയാൽ കൊണ്ട് കളയാൻ തന്നെ. ഇതിന്റെ വില എത്രയാന്നല്ലേ? 3200 രൂപ ഇതിന്റെ പ്രൈസ് വരുന്നുണ്ട്. വിലക്ക് സാധനം കൊള്ളാം. പിന്നെ വലിയ എമൗണ്ട് കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം, ചൈനയൊക്കെ തന്നെ 3000-4000 വില ഉണ്ട്.
5G എടുക്കും പറയും, 5G എടുക്കത്തില്ല അല്ലെ? നമ്മളിപ്പോ ലാസ്റ്റ് വിറ്റായിരുന്നു 5G ടാബ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് പീസ് ചൈന സാധനം, പക്ഷെ അത് 5G എടുക്കൂല. അപ്പൊ അതേപോലെ ഇത് എടുക്കും. ഇതൊക്കെ ഒരു ഐബലിന്റെ സാധനമായിട്ട് നമുക്ക് ഒരു ഗ്യാരണ്ടിയോടെ കൊടുക്കാം. സിമ്മിട്ട് കോളൊക്കെ വെച്ച് പക്ക ചെക്ക് ചെയ്ത് പക്കയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലായിട്ട് കോൺടാക്ട് ചെയ്തോ. സനോഫോണിന്റെ നമ്പർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണാണ് ആവശ്യമെങ്കിൽ സനോഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നല്ല സ്മാർട്ട് ഫോൺ വാങ്ങാം. ഗൈസ് നെക്സ്റ്റ് നല്ല വീഡിയോ കാണാം. ബൈ. രാമയ്യ വസ്താവയ്യ രാമയ്യ വസ്താവയ്യ